നമസ്കാരം. ഒരു ചാനൽ യുദ്ധം നടക്കുന്ന സമയമാണല്ലോ അല്ലേ? ബിഗ് ടി വി തുടങ്ങി, അത് വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ഒരു ചാനൽ അതിൻ്റെ രീതിക്ക് പോകുന്ന ഒരു ചാനലായിട്ട് എനിക്ക് മനസ്സിലായത് ന്യൂസ് മലയാളമാണ്. ന്യൂസ് മലയാളം തമിഴ്നാട്ടിലുള്ളതാണ്. അവിടെ നിന്ന് വന്ന് ഇപ്പോൾ 2 വർഷം അടുക്കുന്നുള്ളൂ ന്യൂസ് മലയാളം കേരളത്തിൽ തുടങ്ങിയിട്ട്. അത് അർഷനും സനീഷുമാണ് ന്യൂസ് ഡയറക്ടർമാർ. ഇവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് മലയാളം റേറ്റിങ്ങിൽ 3-ാം സ്ഥാനത്ത്. ഗ്രാമങ്ങളിലെ റേറ്റിങ്ങിലാണ് കേട്ടോ, പട്ടണം തിരിച്ചാണ്. പക്ഷേ ഗ്രാമങ്ങളിലെ റേറ്റിൽ 3-ാം സ്ഥാനത്ത്. ഏറ്റവും ആദ്യം ഏഷ്യാനെറ്റാണുള്ളത്, അതിൻ്റെ തൊട്ട് പിന്നാലെ റിപ്പോർട്ടർ, അതിൻ്റെ താഴെ ന്യൂസ് മലയാളം 40.72, ഏഷ്യാനെറ്റ് 81.74, റിപ്പോർട്ടർ 69.49, ന്യൂസ് മലയാളത്തിൻ്റെയും താഴെയാണ് 24 38.92, പിന്നെ മനോരമ മാതൃഭൂമിക്ക് അതിൻ്റെ താഴെയാണ്. അപ്പം ഒരു ഗ്രാമങ്ങളിലെ കണക്ക് വെച്ച് റേറ്റിങ്ങിൽ 3-ാം സ്ഥാനത്ത് ന്യൂസ് മലയാളത്തിൽ ഒരു വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ആളുകൾക്ക് ന്യൂസ് കാണാൻ താല്പര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ന്യൂസ് ചാനലായിട്ടാണ് എനിക്ക് ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ലാൻഡിങ് പേജുകളൊന്നുമില്ല. മിക്ക ചാനലും ലാൻഡിങ് പേജുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. കേരള വിഷനാണ് ACBയിലൊക്കെ ആയിട്ട് ലാൻഡിങ് പേജ് ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു ചാനലായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ ലാൻഡിങ് പേജ് മാതൃഭൂമി ഉൾപ്പെടെ ലാൻഡിങ് പേജ് ഉണ്ടെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. മനോരമയ്ക്ക് ഉണ്ടെന്ന് പറയുന്നു, റിപ്പോർട്ടർ, 24, ഏഷ്യാനെറ്റ് എല്ലാവർക്കും ലാൻഡിങ് പേജ് ഉള്ളതായിട്ട് തന്നെ പറയപ്പെടുന്നത്. ഒറ്റ ഫ്ലെക്സ് പോലും വെക്കാതാണ് തുടങ്ങി. ഇപ്പോഴും ഒറ്റ ഫ്ലെക്സ്. മറ്റേ ചാനലിലേക്ക് ഇത്ര ഫ്ലെക്സുകളാണ് വെച്ചിരിക്കുന്നത് അറിയോ? ഒരു ഓഡിയൻസും ഇല്ല, പരസ്യ പ്രചാരണമില്ല, PR വർക്കില്ല. ഇതെല്ലാം സത്യസന്ധമായ കാര്യമാണ്. ഇപ്പോൾ അത് ഓർക്കും ഞാൻ PR ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ PR ഇല്ല, ഞാൻ ഉള്ള വാസ്തവമായിട്ടുള്ള കാര്യം പറയണം. ആ മലയാളം ന്യൂസിൻ്റെ വാർത്തകൾ കാണുമ്പോൾ നമുക്കറിയാം മറ്റ് ചാനലുകൾ ചെയ്യുന്ന പോലെ ഒന്നുമില്ല. കണ്ടൻറ്റ് മാത്രം വെച്ച് വാർത്ത മാത്രം കൊടുത്താണ് ഇവർ വളർന്നിരിക്കുന്നത്. കണ്ടൻറ്റുകൾ മാത്രം, എല്ലാ സ്ഥലത്തും ന്യൂസുകളുണ്ട്, അതുകൊണ്ട് മാത്രം വളർന്നിരിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് മാറുന്നത്. ഏറ്റവും റേറ്റിംഗ് വരുന്നത് രാവിലെ 8:30 മണിക്കാണ്. ഇവരുടെ ഏറ്റവും മോർണിംഗ് ഷോയ്ക്കാണ് റേറ്റിംഗ് വരുന്നതെന്നാണ് പറയുന്നത്. മോർണിംഗ് ഷോയ്ക്ക് 100 വാർത്തകളുമായിട്ട് വരുന്നത്, അതിനാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ്. അപ്പോൾ രാവിലെ 8:30 മണിക്ക് മലയാളം ന്യൂസിന് റേറ്റിംഗ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. അതോടൊപ്പം സേതുലക്ഷ്മി ഈ ചെയ്യുന്ന മോർണിംഗ് ഷോയ്ക്കും കൂടുതൽ റേറ്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അർഷനും സനീഷും കൂടെ ചെയ്യുന്ന RDX, അത് നമുക്കറിയാം, ഒരു ന്യൂസ് അന്തിച്ചർച്ചകളൊന്നുമില്ല. അതിന് പകരമാണ് അർഷനും സനീഷും കൂടെ, സനീഷും അർഷനും ആരെങ്കിലും ആരെങ്കിലും ആയിരിക്കും അതിനകത്ത് വരിക. RDX എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട്. അത് അന്നത്തെ വിഷയങ്ങളെടുത്ത് ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, ഒരൊച്ചപ്പാടുമില്ല, നല്ല സൗമ്യമായിട്ട് ഉള്ള ചർച്ചയാണ് അതിനകത്ത് കാണുന്നത്. അങ്ങനെ ഈ മലയാളം ന്യൂസ് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്. 15 വർഷക്കാലമൊക്കെ ന്യൂസ് ചാനലൊക്കെ വെച്ച് നോക്കും, വെറും 2 വർഷം കൊണ്ട് ഇത്രയും ആ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ മലയാളം ന്യൂസ് അതിന് പ്രാപ്തരായ റിപ്പോർട്ടർമാരും ആങ്കർമാരൊക്കെ ഉള്ളതുകൊണ്ടാകും. കുറേ ആങ്കേഴ്സൊക്കെ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്, ഇപ്പോൾ ബിഗ് ടി വിയിലേക്ക് പോയവരുണ്ട്. പക്ഷെ അതൊന്നും ഇവർക്കൊരു കോട്ടം പറ്റാതെയാണ് ഇപ്പോൾ ഈ റേറ്റിങ്ങിൽ അവർ 3-ാം സ്ഥാനത്ത് വന്നത്. ഗ്രാമീണ ഗ്രാമങ്ങളിലെ റേറ്റിങ്ങിലാണ്. അത് പറഞ്ഞാൽ ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് കാണുന്നത്, അല്ല പട്ടണത്തിലല്ല, മൊബൈലിൽ കാണുന്നവരാണ്. പക്ഷേ ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ന്യൂസുകൾ കാണുന്നത്. ആ ന്യൂസിൽ എത്തിയിരിക്കുന്ന മലയാളം ന്യൂസിന് അഭിനന്ദനമുണ്ട്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരും അതിൻ്റെ കൂടെ പ്രവർത്തനവർക്കും ബിഗ് സല്യൂട്ടുണ്ട്. കാരണം നിങ്ങളുടെ പ്രയത്നമാണ് ഇത് ഇത്രയും സ്ഥാനത്തെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളത്തിൽ വന്ന് ചേക്കേറിയപ്പോൾ കേരളത്തിൽ ഇതെങ്ങനെ ക്ലച്ച് പിടിക്കുമെന്ന് അത്ഭുതപ്പെട്ടവരുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് 2 വർഷത്തിനുള്ളിൽ തന്നെ ഇത്രയും രീതിക്ക് പോകുന്നുണ്ടെങ്കിൽ സൗമ്യമായിട്ട് ഒച്ചപ്പാട് ബഹളങ്ങളൊന്നും ഇല്ലാതെ, വലിയ ബ്രേക്കിംഗ് വാർത്തകളൊന്നും വാരി വലിച്ചു കൊടുക്കുന്നില്ല, ഉള്ളത് സത്യസന്ധമായിട്ട് കൊടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത്. എല്ലാവരും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവർ ആ രീതിക്ക് സൗമ്യമായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പ്രേക്ഷകർ കൂടുന്നത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.